പോലീസും പുള്ളികളും പരസ്പരം പഞ്ഞിക്കിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പ കേസ് പ്രതികൾ ഏറ്റുമുട്ടി. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ബ്ലോക്ക് നമ്പർ 1 കാപ്പ കേസ് പ്രതികൾ ഏറ്റുമുട്ടിയത്. മലപ്പുറം സ്വദേശിയായ ജലാലുദ്ദീൻ എന്ന കാപ്പ കേസ് പ്രതി ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ വരയുകയായിരുന്നു. പരസ്പരമുള്ള സംഘർഷത്തെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ജലാലുദ്ദീൻ കടന്നത്. ഉടൻ തന്നെ അവിടേക്ക് വാർഡന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി പ്രതികൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ വാർഡന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 5 ഉദ്യോഗസ്ഥർക്കും 6 തടവ് പുള്ളികൾക്കും 6 കാപ്പ കേസ് പ്രതികൾക്കും പരിക്കേറ്റിരിക്കുകയാണ്. ഇവരെ പിന്നീട് ജയിൽ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, തുടർച്ചയായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് വരാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഈ ജലാലുദ്ദീന് ബ്ലേഡ് കിട്ടിയത് എന്നുള്ളതാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ എങ്ങനെയാണ് ഒരു തടവ് പുള്ളിക്ക്, കാപ്പ കേസ് പ്രതിക്ക്, അതും ഏറ്റവും അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ബ്ലോക്ക് നമ്പർ 1 എങ്ങനെയാണ് ബ്ലേഡ് എത്തിയത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ ഈ സംഘർഷത്തിന്റെ മൂല കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ ബ്ലോക്കിൽ തടവ് പുള്ളികൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഉടൻ തന്നെ പാഞ്ഞു വന്ന വാർഡന്മാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഈ കാപ്പ കേസ് പ്രതികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആ ആക്രമണത്തിലാണ് 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതും 6 തടവുകാർക്ക് പരിക്കുപറ്റിയതും. ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് നടന്ന സംഭവം എന്താണ് നമുക്ക് പരിശോധിക്കാം. അവിടെ പുതിയതായ ഒരു കുളിമുറി പണിതു. ആ കുളിമുറിയുടെ പുറകിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ ഒരു കുപ്പി കണ്ടെത്തി. ആ കുപ്പിക്കകത്ത് പവർ ബാങ്ക്, സിം കാർഡ്, ചാർജിംഗ് വയർ, ഹെഡ്സെറ്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ആ കുപ്പിക്കകത്ത് ഒളിച്ച നിലയിൽ കുഴിച്ചിടുകയായിരുന്നു. ആ കുഴിച്ചിട്ട കുപ്പിയാണ് പോലീസ് കണ്ടെടുത്തത്, ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. എങ്ങനെയാണ് ഇത്രയും സംവിധാനങ്ങൾ അവിടെ വന്നത്? പവർ ബാങ്ക്, സിം കാർഡ്, ചാർജിംഗ് വയർ, ഹെഡ്സെറ്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും എങ്ങനെയാണ് ഈ കുളിമുറിക്ക് അടുത്ത് എത്തിയത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അത് ജോയിന്റ് സൂപ്രണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഈ കാപ്പ കേസ് പ്രതികളുടെ തമ്മിലുള്ള ഏറ്റുമുട്ടലും ആ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതും ഇനിയുമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലിനുള്ളിലേക്ക് ലഹരികൾ വന്ന് വീഴുമായിരുന്നു. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പനങ്കാവ് സ്വദേശിയായിട്ടുള്ള തടവ് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോകും. ജയിലിലെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള നടപടിയാണ് ജയിലിന്റെ ഈ വലിയ മതിൽ കടന്നു വരുന്നത്. ആദ്യം ജയിലിന് പുറത്തു നിന്ന് ഈ തടവ് പുള്ളികളുമായി ബന്ധമുള്ള സംഘം, ലഹരി കടത്തുന്ന സംഘം ആദ്യം ഒരു സിഗ്നൽ തരും. അതൊരു കല്ല് ഉള്ള എയറാണ്. ആ കല്ല് വന്ന് വീഴുമ്പോൾ തടവ് പുള്ളികൾക്കറിയാം അടുത്തതായി വരുന്നത് ലഹരി വസ്തുക്കളാണ്. അങ്ങനെ കഞ്ചാവും ബീഡിയും സിഗരറ്റും അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളടക്കമുള്ളവ ഇങ്ങനെ ഘട്ടം ഘട്ടമായി എറിഞ്ഞു കൊടുക്കും. അത് അവിടുത്തെ തടവ് പുള്ളികൾ സ്വകാര്യമായി ശേഖരിക്കും. അങ്ങനെ അവർ ജയിലിനകത്ത് ലഹരി ഉപയോഗിക്കും. ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആ സംഘത്തിന്, പുറത്തുള്ള സംഘത്തിന് ജയിലിനുള്ളിൽ നിന്ന് തടവ് പുള്ളികൾ 1000 രൂപ മുതൽ 2000 രൂപ വരെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. എവിടുന്നാണ് ഇവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനുള്ള ഫോൺ? ഇവർ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ എവിടെയാണ് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ? ഇങ്ങനെ കല്ലാദ്യം ഇട്ടുകൊണ്ട് പിന്നീട് ആ സിഗ്നൽ നൽകി ലഹരി മരുന്ന് അവിടേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ എവിടെയായിരുന്നു ഇത്രയും നാൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ലേ ഇത് എന്ന് ഗുരുതരമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ നിയമലംഘനമാണ് കാപ്പ കേസ് പ്രതികൾ സെല്ലിനുള്ളിൽ, ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള 1-ാം ബ്ലോക്കിലെ സെല്ലിനുള്ളിൽ കിടന്ന് പരസ്പരം കൂട്ടിയടിച്ചതും ബ്ലേഡ് കൊണ്ട് ഈ പറയുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള ജലാലുദ്ദീൻ എന്ന കാപ്പ കേസ് പ്രതി സ്വന്തം ശരീരത്തിൽ വരഞ്ഞതും. എങ്ങനെയാണ് ഈ ജലാലുദ്ദീന് ബ്ലേഡ് കിട്ടിയതെന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ? എങ്ങനെയാണ് നേരത്തെ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ എത്തിയതെന്ന് കൃത്യമായി അന്വേഷിക്കണ്ടേ? എങ്ങനെയാണ് കുപ്പിക്കകത്ത് പവർ ബാങ്കും സിം കാർഡും ചാർജിംഗ് വയറും ഹെഡ്സെറ്റും വന്നതെന്ന് അന്വേഷിക്കണ്ടേ? ഈ അന്വേഷണം മുഴുവൻ പൂർത്തിയാക്കി കൃത്യമായി തന്നെ അവിടെ ഉദ്യോഗസ്ഥ തല വീഴ്ച ഉണ്ടെങ്കിൽ അവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തുകൊണ്ട് കണ്ണൂർ സെല്ലിലെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരിയുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ തുടരുന്നത്.
തുടരെ കണ്ണൂർ ജയിലിൽ ഉണ്ടാകുന്നത്. എന്തു തന്നെയായാലും ഈ 11 പേരുടെയും അവസ്ഥ ഗുരുതരമല്ല. സാരമായ പരിക്കുകൾ ആർക്കും തന്നെ ഏറ്റിട്ടില്ല. 5 ഉദ്യോഗസ്ഥർക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല. 6 വാർഡൻ ഈ പറയുന്ന ജലാലുദ്ദീൻ മാത്രമേ ഉള്ളൂ ശരീരത്തിൽ വരഞ്ഞ് മുറിവുണ്ടാക്കിയത്. ബാക്കി പരസ്പരം പോലീസുകാരും അല്ലെങ്കിൽ ജയിൽ വാർഡന്മാരും തടവുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല. ജലാലുദ്ദീൻ്റെ മുറിവ് മാത്രമാണ് ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പരിക്ക് എന്ന് എടുത്തു പറയാൻ കഴിയുന്നത്. ബാക്കിയുള്ള പോലീസുകാരുടെയും അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വാർഡന്മാരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല. തടവ് പുള്ളികളുടെയും പരിക്ക് ഗുരുതരമല്ല. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്തരത്തിലുള്ള തുടർച്ചയായ നിയമലംഘനങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാർ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊരു നടപടി തുടർന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.